മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ വലിയ തർക്കങ്ങളും ചർച്ചകളും കോൺഗ്രസിനകത്ത് ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ലീഗ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ വോട്ടെണ്ണി കഴിയണം. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം എന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പക്ഷേ അതിലൊരു പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ടല്ല ഉണ്ടാവേണ്ടത്. പിന്നെ UDF ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് UDF ഘടകകക്ഷികൾക്ക് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ ചർച്ച പുറത്തു വരുന്നത് പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല, ഒരു ഉചിതമായ നടപടിയല്ല എന്ന് മുസ്ലിം ലീഗ് ഉറച്ചു വിശ്വസിക്കുക. കാരണം ഇതിനു വേണ്ടി ഈ കൊടും ചൂടത്ത് വെയിൽ കൊണ്ട ഒരുപാട് പ്രവർത്തകരുണ്ട്. ലക്ഷക്കണക്കിന് UDF പ്രവർത്തകർ ചെയ്ത മഹാത്യാഗം, ആ ത്യാഗത്തിനെ വിസ്മരിക്കലാണ് ഇതൊരു തർക്കത്തിലേക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ വോട്ടർമാരുടെ ഇടയിലും UDF പ്രവർത്തകരുടെ ഇടയിലും നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നേതാക്കൾ പോകരുത് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതു അഭിപ്രായം. തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തു നിൽക്കാൻ കഴിയാതെ ഈ ചർച്ചയിലേക്ക് പോകുന്നില്ല, അതിലേക്ക് ഒരു സാങ്കത്യം എന്താണ് ലീഗ്? അല്ല, ഞാൻ പറയുന്നത് അതാണ്. ചർച്ച നടത്തുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നും, ഞങ്ങൾക്ക് ഭരണം കിട്ടുന്ന ഉറപ്പല്ലേ. പക്ഷേ ഇത് പൊതുസമൂഹത്തിലേക്ക് ഇടുന്നത് എന്തിനാണ് എന്നുള്ളതാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. പ്രവർത്തകർക്കിടയിൽ നൈരാശ്യം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ലല്ലോ. ലീഗ് വളരെ സമചിത്തതയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ഞങ്ങൾ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് യോഗം ചേരുന്നുണ്ട്. താഴെത്തട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുക യോഗത്തിൽ. ഞങ്ങൾ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. മറ്റു കാര്യങ്ങളൊക്കെ UDF യോഗം ചേർന്ന്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിക്കുക ചർച്ച ചെയ്യുന്നത് ജനങ്ങളെ മുമ്പിൽ ഒരു അപമാനിക്കുന്നതിനെ തുല്യമല്ല. അല്ല, എന്നെക്കുറിച്ചാണെങ്കിൽ ഞാനതിന് തയ്യാറല്ല. അല്ല, അത് ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പണ്ടും അത് ഉണ്ടായിട്ടുണ്ട്. CH മേനോനി രാജ്യസഭ MP ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ കൊണ്ടുവന്ന് പിന്നെ അന്നത്തെ ഐക്യമുന്നണി മുഖ്യമന്ത്രിയാക്കിയത്. ഞാൻ അതല്ല പറയുന്നത്, ന്യായീകരിക്കല്ല. പക്ഷേ ഈ ചർച്ചകൾ ഇപ്പോൾ അനാസ്വാരത്തിലാണ്. അല്ല, അത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നേതാക്കളെ തീരുമാനിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ കോൺഗ്രസിന് കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് അവർ തന്നെ ചെയ്യും. ഈ പരസ്യ ചർച്ചകളിലേക്ക് വരുന്നത് ഇത് സംബന്ധിച്ച നേതൃത്വത്തിനിടയിൽ അവർ സമന്വയം ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? എന്താണ് അതിന്റെ ഒരു സാങ്കത്യം? അല്ല, ചർച്ച വരുമ്പോഴല്ലേ സമന്വയം ഉണ്ടാവുക. അതൊക്കെ ഉണ്ടായിക്കോളും. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് KC വേണുഗോപാലിന്റെ ഏറ്റവും വലിയ അനുയായി പാണക്കാടെത്തി ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. അതൊരു അനവസരത്തിലായോ? മലപ്പുറം ജില്ലയിലെയും പുറത്തുമുള്ള കോൺഗ്രസിന്റെയും UDF ഇതര ഘടകകക്ഷികളുടെയും നേതാക്കന്മാർ പാണക്കാട്ടും കുഞ്ഞാലി സാഹിബിൻ്റെ അടുത്തും ഇടയ്ക്കിടെ വന്ന് സൗഹൃദം പങ്കിടൽ സാധാരണയാണ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശന്റെ പ്രവർത്തനത്തെ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവല്ലേ ഈ തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ നേതൃത്വം വഹിച്ചത്? ലീഗിന്റെ അക്കാര്യത്തിൽ ലീഗിന് നിലപാടുണ്ട്? അല്ല, ലീഗിനോട് ഇതുവരെ അക്കാര്യം ആരും ചോദിച്ചിട്ടില്ലല്ലോ. ചോദിക്കുമ്പോഴല്ലേ ലീഗ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനം പറയേണ്ട ആവശ്യമുള്ളൂ. ഇല്ല, ഇല്ല. ഞങ്ങൾ UDF പിന്തുണ നൽകും. തീർച്ചയായിട്ടും. എന്താ സംശയം? ഇല്ലെന്ന് UDF പൊതു അഭിപ്രായമായിട്ടാണ് ഇത് വരിക. ആ അഭിപ്രായത്തോടൊപ്പം ലീഗ് നിൽക്കും. ലീഗിനായിട്ട് പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടടക്കം ഇത്തരത്തിൽ ഈ വിവാദത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അതാണല്ലോ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. അത്തരം ചർച്ചകൾ പൊതു രംഗത്തിടുന്നത് ശരിയല്ല. അത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കും, അവർക്ക് നൈരാശ്യം ഉണ്ടാകും. ആ കാര്യം നേതാക്കന്മാർ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, അറിയില്ലോ എല്ലാവരും. നിങ്ങളെ അറിയിച്ചാൽ പോലെ. ഏറ്റവും വലിയ ഹൈക്കമാൻഡ് നിങ്ങളല്ലേ. ഈ മുഖ്യമന്ത്രി ആരായാലും ലീഗിന് 5 സീറ്റ് കിട്ടുന്ന ഉറപ്പല്ലേ? അല്ല, 5 മന്ത്രിമാരുണ്ടാവുന്ന ഉറപ്പല്ലേ? എന്തിനാ നിങ്ങൾ 5 ഒതുക്കുന്നത്? നിങ്ങൾ എപ്പോഴും പറയുമ്പോൾ ലീഗിന് ഉപമുഖ്യമന്ത്രി, ലീഗിന് 5 മന്ത്രിമാർ. പിന്നെ അതിന് കാരണം ചോദിച്ചാൽ പറയും ലീഗ് പണ്ട് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ, ലീഗ് പണ്ട് മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ. അതെന്താ ചോദിക്കാത്തത്? 5-5-ലേറെയൊക്കെ ആവാ അനുമോദേ. വെറും 5 ഒതുക്കല്ലേ ഞങ്ങളെ? ഇതിൽ ആവശ്യപ്പെടുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് കൂട്ടായ ഒരു തീരുമാനം എടുക്കും. വിസ്മയം. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉന്നയിക്കുന്നത് സ്വാഭാവികമായി നാച്ചുറൽ ചോയ്സ് എന്ന നിലയ്ക്ക് VD സതീശനാണ് വരേണ്ടത്. കാരണം അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത്, പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചിന്തിക്കുന്നതിൽ
തെറ്റി പറയാൻ കഴിയുമോ? അല്ല, ആർക്കും അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ചിന്തിക്കാനോ. ഒരാൾ ചിന്തിക്കുന്നത് ശരിയല്ല എന്ന് നമ്മളെങ്ങനെ പറയുക? മറ്റൊരാൾ വേറെ നിലയ്ക്ക് ചിന്തിച്ചാൽ അതും ശരിയാണ്. ചിന്തകളൊക്കെ ശരിയാണ്. ഈ ചിന്തകളൊക്കെ കൂട്ടിച്ചേർന്നിട്ട് യോജിച്ചൊരു തീരുമാനം എടുക്കും. ആ തീരുമാനം UDF തീരുമാനമായി വരും. പൊതുവെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ വോട്ട് ചെയ്ത് VD സതീശൻ്റെ ഒരു വിഷന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരണം നടത്തുന്നത്. ആ ഒരു മാറ്റം വരുമ്പോൾ ഒരു വലിയ തിരിച്ചടിയാകില്ലേ? ഇല്ല, നമ്മൾ UDF വോട്ട് ചോദിച്ചത്. LDF അധികാരം പോകണമെന്നും UDF അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് തീരുമാനിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ UDF ഉണ്ടാവും. തമ്മിലടിക്കുന്നവർ എങ്ങനെ കേരളം ഭരിക്കുന്നൊരു ചോദ്യം ജനങ്ങൾ ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. തമ്മിലടിയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. ചെറിയ അഭിപ്രായങ്ങൾ അങ്ങനെയെങ്കിലും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. തുടങ്ങൂല. അതൊക്കെ അറിയാം. അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഒരു തീരുമാനത്തിലെത്തും. UDF പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ ലീഗിന് വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ അത്തരം ചർച്ചകൾ നടക്കുക. സ്വാഭാവികമായിട്ടും അത്തരം ചർച്ചകൾ എല്ലാ ഘടകകക്ഷികളെയും UDF വിശ്വാസത്തിലെടുക്കാറുണ്ട്. ഞങ്ങൾ വലിയേറ്റ മനോഭാവം ഞങ്ങളുടെ മുന്നണിയിലില്ല. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. തീരുമാനങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ പുറത്തു വരുന്നത് UDF തീരുമാനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ലീഗിന്റെ ഒരു ഹിതം ഉണ്ടാവുമല്ലോ ഈ കാര്യത്തിൽ. കോൺഗ്രസിൽ ഇത്തരം ചർച്ചകളോട് ലീഗ് എങ്ങനെ പ്രതികരിക്കുമായിരിക്കും ആ സമയത്ത്? കോൺഗ്രസിൽ ഇത് ചർച്ച നടക്കട്ടെ. ചർച്ച നടത്തി കോൺഗ്രസ് ഒരു ഏക തീരുമാനം എടുക്കും. ആ തീരുമാനം UDF കൂടിയിട്ട് UDF തീരുമാനമായിട്ട് പുറത്തു വരും. പലപ്പോഴും കോൺഗ്രസിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായി ഹൈക്കമാൻഡിൻ്റെയും മുകളിൽ നിന്ന് ഇത്തരം തീരുമാനങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അത് UDF ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച ഐഡിയോളജിക്ക് വിരുദ്ധമാവില്ല. അല്ല, മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ കേരളത്തിന്റെ സെക്രട്ടറി. അല്ല, കേരളത്തിൽ സമാനമായ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലേ? ഒന്നും ഉണ്ടാവില്ല. ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ ലീഗിനോട് ഇതൊരു അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ എന്തായിരിക്കും അഭിപ്രായം? ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറയൂ. അടുത്ത ആഴ്ച ചോദിക്കുന്ന ചോദ്യത്തിന് ഇപ്പൊ തന്നെ ഉത്തരം പറയണോ? ശരിയല്ലേ? അതും അനുചിതമാണ്. ലീഗ് 5 മന്ത്രിമാരിൽ ഒതുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പൊ 6 മന്ത്രിമാരുണ്ടാവോ ലീഗ്? 20 ആവാലോ. അതൊക്കെ UDF 20 ലീഗിന് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കും. ആവശ്യമില്ല. ഇതിൽ ഡിമാൻഡ് ഇല്ല. ആരോടാ ഡിമാൻഡ് ചെയ്യേണ്ടത്? ഞങ്ങളെല്ലാവരും ഒന്നല്ലേ. എല്ലാത്തിനും അവകാശമുണ്ട്, പക്ഷെ ആവശ്യമില്ല. എല്ലാത്തിനും അർഹതയുണ്ട്. ഞാൻ അർഹതയുണ്ട് എന്ന് എവിടെയോ പറഞ്ഞത് അവകാശമാക്കി മാറ്റി. നിങ്ങൾ രണ്ടും തമ്മിലുള്ള അർത്ഥം വ്യത്യാസമുണ്ട്. നിങ്ങളൊരു പോസ്റ്റ് കണ്ടു. ഞാൻ മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എല്ലാവരും പറഞ്ഞു. ഞങ്ങളല്ല, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. ഒരു പ്രശ്നമില്ല. അത് ചോദിക്കും. കാര്യമായുള്ളത് ഈ വനിതാ സംവരണത്തിന് മുസ്ലിം ലീഗ് അനുകൂലമാണ്. നേരത്തെ 2010 ഈ ചർച്ച വന്നപ്പോൾ ഞങ്ങൾ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. 2013 ഇത് സംബന്ധിച്ച് ബില്ല് വന്നപ്പോൾ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. ആ വനിതാ സംവരണവും ഇപ്പോൾ അവതരിപ്പിച്ച സംവരണ ബില്ലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഡീലിമിറ്റേഷനും കൂടുതൽ സീറ്റുകൾ ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇവരുടെ ഒരു അജണ്ടയാണ് ഇതിലൂടെ നടപ്പാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ബില്ലിനെ ഇന്ത്യ മുന്നണി എതിർക്കുന്നത്. അതിനോടൊപ്പം മുസ്ലിം ലീഗുണ്ട്. പക്ഷെ വനിതാ സംവരണം ആവശ്യമാണ്. അത് വനിതാ സംവരണം മാത്രമായി വന്നാൽ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണക്കും. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പറഞ്ഞതോടൊപ്പം ഞങ്ങൾ നോക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.